ശബരി, ഇനി നമുക്ക് EVS ചാപ്റ്റർ 1 ഒന്ന് റീഡ് ചെയ്താലോ? ഓക്കേ, നമുക്ക് വായിക്കാം. Fields and forests, വയലും വനവും. why don't you come down and play with me? Asked the fish, looking up at the squirrel on the tree. നീ വരുന്നോ എന്നോടൊപ്പം കളിക്കാൻ? മത്സ്യം അണ്ണാനോട് ചോദിച്ചു. Oh, hearing this, the frog laughed and teased. Ha ha! Imagine the squirrel's condition if he gets into the water. ഇത് കേട്ട് തവള ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വെള്ളത്തിൽ ഇറങ്ങിയാൽ അണ്ണാന്റെ ഗതി എന്താകും? The squirrel was not ready to give in. അണ്ണാനും വിട്ടുകൊടുത്തില്ല. He hit back. Can you climb a tree and jump along its branches like I do? എന്നെപ്പോലെ മരത്തിൽ ഓടിക്കയറാനും ചില്ലകളിൽ ചാടിക്കളിക്കാനും നിനക്കാവുമോ? The frog said, who can dive and turn in water like the fish? Can a fish live or move on land? തവള പറഞ്ഞു, വെള്ളത്തിൽ ഊളിയിടുവാനും വെട്ടിത്തിരിയുവാനുമെല്ലാം മത്സ്യത്തെ പോലെ ആർക്കാണ് കഴിയുക? മത്സ്യത്തിന് കരയിൽ ജീവിക്കുവാനും സഞ്ചരിക്കുവാനും കഴിയുമോ? Have you observed a fish? നിങ്ങൾ മത്സ്യത്തെ നിരീക്ഷിച്ചിട്ടുണ്ടോ? Draw the picture of a fish. ഒരു മത്സ്യത്തിന്റെ ചിത്രം വരയ്ക്കൂ. What are its special features? അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? Examine the pictures given below carefully. ചിത്രങ്ങൾ പരിശോധിക്കൂ. Notice the shape. Do they have a shape that helps them move swiftly in water? ഇവയുടെ ആകൃതി എന്താണ്? ജലത്തിലൂടെ വേഗത്തിൽ പോകുന്നതിന് അനുയോജ്യമായ ആകൃതിയല്ലേ ഇവയ്ക്കുള്ളത്? Like shape with both ends pointed enables the fish to move through water. തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി ജലത്തിൽ സഞ്ചരിക്കുന്നതിന് മത്സ്യത്തിന് സഹായകമാണ്. The fins also help the fish to swim in water. ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകളല്ലേ മത്സ്യത്തിനുള്ളത്? An organism has certain peculiarities that help it to live in its dwelling place. This is called adaptation. An organism has certain peculiarities that help it to live in its dwelling place. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. This is called adaptation. ഇതിന് അനുകൂലനം എന്നു പറയുന്നു. What are the other adaptations of a fish? Discuss. മറ്റെന്തെല്ലാം അനുകൂലങ്ങളാണ് മത്സ്യത്തിനുള്ളത് എന്ന് ചർച്ച ചെയ്യൂ. Paperfish. This is a model of a fish made of paper by Lina. കടലാസ് കൊണ്ടൊരു മീൻ. ലീന കടലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു മത്സ്യത്തിന്റെ രൂപമാണ് ഇത്.
Can you try making this yourself? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് കടലാസ് ഉപയോഗിച്ച് മത്സ്യത്തിന്റെ രൂപം നിർമ്മിക്കാമോ? Habitat. Observe a pond and a paddy field in your locality with the help of elders. നിങ്ങളുടെ പ്രദേശത്തുള്ള കുളവും വയലും അതിന്റെ പരിസരവും മുതിർന്നവരുടെ സഹായത്തോടെ നിരീക്ഷിക്കൂ. What plants and animals did you notice? The list out their names. അവിടെ ഏതെല്ലാം സസ്യങ്ങളെയും ജന്തുക്കളെയുമാണ് കണ്ടത്? അവയുടെ പേരെഴുതൂ. The water lily and lotus living on land. കരയിൽ വസിക്കുന്നവ. Banyan tree, ആൽ, mongoose, കീരി. living in water. ജലത്തിൽ വസിക്കുന്നവ. Water lily, ആമ്പൽ, frog. തവള. The water lily and lotus live in water. ആമ്പൽ, താമര തുടങ്ങിയ സസ്യങ്ങൾ ജലത്തിൽ വസിക്കുന്നവയല്ലേ? What adaptations help them to survive in water? Survive. Survive in water. ജലത്തിൽ വസിക്കുന്നതിന് എന്തെല്ലാം അനുകൂലങ്ങൾ അവയ്ക്കുണ്ടെന്ന് ചർച്ച ചെയ്ത് പരിസര പുസ്തകത്തിൽ എഴുതൂ. They don't decay in water. Otherwise, They don't decay in water. വെള്ളത്തിലാണെങ്കിലും ചീഞ്ഞു പോകുന്നില്ല. On land and in water. കരയിലും വെള്ളത്തിലും. What are the adaptations that help a tortoise to move on land and in water? കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുവാൻ സഹായകമായ എന്തെല്ലാം അനുകൂലങ്ങളാണ് ആമയ്ക്കുള്ളത്? Slimy body വഴുവഴുപ്പുള്ള ശരീരം, or like legs. തുഴ പോലുള്ള കാലുകൾ. Can you add some more features? കൂടുതൽ പ്രത്യേകതകൾ കണ്ടെത്തി എഴുതാമല്ലോ. These adaptations help the tortoise to live on land and in water. ഇതുപോലുള്ള അനുകൂലങ്ങളാണ് കരയിലും ജലത്തിലും ജീവിക്കാൻ ആമയെ സഹായിക്കുന്നത്. Do frogs also have such adaptations? തവളയ്ക്കുമില്ലേ ഇതുപോലുള്ള അനുകൂലങ്ങൾ? Creatures. Which other creators do you know have adaptations to live both on land and in water? കരയിലും ജലത്തിലും സഞ്ചരിക്കുവാൻ സഹായകമായ അനുകൂലങ്ങൾ ഉള്ള മറ്റു ജീവികൾ ഏതെല്ലാമാണ്? List the creators and their adaptations. he creates us, right? Creatures. Creatures. ജീവികൾ. Duck. താറാവ്, Crocodile. മുതല. Adaptations. അനുകൂലങ്ങൾ. അനുകൂലനങ്ങൾ. അനുകൂലനങ്ങൾ. Who is smarter? കേമനാരാണ്? I am the one who provides
മുത്തശ്ശി പറഞ്ഞു. ആൽമുത്തശ്ശി പറഞ്ഞു. ആൽമുത്തശ്ശി പറഞ്ഞു. Really? Why don't you look around carefully? ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. Almost all organisms live in me. എന്നിലാണ് കൂടുതൽ ജീവികൾ വസിക്കുന്നത്. In fact, even you granny banyan dwell in Dwell. me. Dwell. Dwell in me, climate the soil. Who is smarter? കേമനാര്? I am the one who provides shelter and home to most of the organisms boasted the grand old banyan tree. താനാണ് കൂടുതൽ ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നത്. ആൽമുത്തശ്ശി പറഞ്ഞു. Really? Why don't you look around carefully? ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. Almost all organisms live in me. എന്നിലാണ് കൂടുതൽ ജീവികൾ വസിക്കുന്നത്. In fact, even you granny banyan dwell in me. Dwell. Dwell in me, climate the soil. ആൽമുത്തശ്ശിയും എന്നിലല്ലേ നിൽക്കുന്നത് മണ്ണ് ചോദിച്ചു. Name some organisms which live in the soil. മണ്ണിൽ ആരെല്ലാം വസിക്കുന്നുണ്ട്? Many organisms live on rocks to write their names down. പാറകളിൽ പോലും എത്ര എത്ര ജീവികൾ ഉണ്ടാകും, എഴുതി നോക്കൂ. Snake, പാമ്പ്, grass. പുല്ല്. Make a list of the uses of the banyan tree to organisms. ജീവികൾക്ക് ആൽമരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? Fresh air. ശുദ്ധവായു. There are several organisms living in and around ponds, trees and fields. കുളം, മരം, വയൽ എന്നിവയിലും അവയുടെ ചുറ്റുപാടിലും ധാരാളം ജീവികളുണ്ടല്ലോ. These organisms need air, water, soil and sunlight to live. ആ ജീവികൾക്ക് ജീവിക്കാൻ വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം എന്നിവ ആവശ്യമല്ലേ? Plants and animals help each other to survive. സസ്യങ്ങൾ ജന്തുക്കളെയും ജന്തുക്കൾ സസ്യങ്ങളെയും പരസ്പരം സഹായിക്കുന്നില്ലേ? Living things are biotic factors and non-living things are abiotic factors. ഒന്നുകൂടി വായിക്കുക. Okay. Living things are biotic factors and non-living things are abiotic factors. ജീവനുള്ളവയെ ജൈവീയ ഘടകങ്ങൾ എന്നും ജീവനില്ലാത്തവയെ അജീവീയ ഘടകങ്ങൾ എന്നു പറയുന്നു. ബോക്സിലുള്ള ഒന്നുകൂടി വായിച്ച മുഹമ്മദ്. അബിയോട്ടിക് എന്നാണ് കേട്ടോ. അബിയോട്ടിക് അങ്ങനെ വായിച്ചത് വായിച്ചു കൊടുക്കും കൃത്യമായിട്ട്. അപ്പൊ Living things are biotic factors. Living things are biotic factors And and non-living things are non-living things are
Abiotic factors. Abiotic factors. അബയോട്ടിക് ഫാക്ടേഴ്സ്. Abiotic factors. അപ്പൊ അതില് ബയോട്ടിക്കും അബയോട്ടിക്കും ഫാക്ടേഴ്സ് ആണ് അതിൽ വരുന്നത്. മനസ്സിലാവുണ്ടോ? അതിന് മലയാളം എന്ന് പറയും. ജീവനുള്ളവയെ ജീവീയ ഘടകങ്ങൾ എന്നും ജീവനില്ലാത്തവയെ അജീവീയ ഘടകങ്ങൾ എന്നും പറയുന്നു. അതാണ് ബയോട്ടിക്കും അബയോട്ടിക്കും, ജീവനുള്ളതും ജീവനില്ലാത്തതും. Living and non-living things depend on each other. വായിക്കുക. Plants and animals help each other to survive. സസ്യങ്ങൾ ജന്തുക്കളെയും ജന്തുക്കൾ സസ്യങ്ങളെയും പരസ്പരം സഹായിക്കുന്നില്ലേ? Living and non-living things depend on each other. Living and non-living things depend on each other. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. Can human beings live without air, the water? Air and water. Air and water? മനുഷ്യൻ വായുവും ജലവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുമോ? How do ബയോട്ടിക് biotic and abiotic factors depend on each other? Discuss. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നത്? ചർച്ച ചെയ്യൂ. കംപ്ലീറ്റ് The table. പട്ടിക പൂർത്തിയാക്കാമോ? Biotic Or abiotic factors. or abiotic factors. ജീവീയ അജീവീയ ഘടകങ്ങൾ. Fish, മത്സ്യം, വാട്ടർ, water, ജലം, banyan tree, ആൽമരം, lotus, താമര, rock, പാറ, air, വായു, frog, തവള, water snake, നീർക്കോലി, light, പ്രകാശം, tortoise, ആമ, soil, മണ്ണ്, winds, വള്ളിപ്പടർപ്പ്, live Interdependence. interdependence. ഓക്കെ. പരസ്പരാശ്രയത്വം, Parasparashayatvam. പരസ്പരാശ്രയത്വം, 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 ശ്രയത്വം എന്നല്ലേ? Shrayatvam. ശ്രയത്വം. ഓക്കെ. പരസ്പരാശ്രയത്വം. പരസ്പരാശ്രയത്വം. Live in water. വെള്ളത്തിൽ ജീവിക്കുന്നു. Feed on small organisms in water. വെള്ളത്തിലെ ചെറുജീവികളെ ആഹാരമാക്കുന്നു. Provides Provides dwelling place for organisms. Provides Dwelling place for organisms. ജലജീവികൾക്ക് വാസസ്ഥലം നൽകുന്നു. Make the soil fertile. Helps retain. Makes the soil fertile. Makes the soil fertile. Helps മണ്ണിന് ഫലപുഷ്ടി നൽകുന്നു. helps retain water in the soil. മണ്ണിലെ ജലാശയം
ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. Examine the table and record the general facts you have found out. പട്ടിക പരിശോധിച്ച് നിങ്ങൾ കണ്ടെത്തിയ പൊതുവായ കാര്യങ്ങൾ രേഖപ്പെടുത്തൂ. We can see that living and non-living things in an area depend on each other. ഒരു ചുറ്റുപാടിലെ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നു എന്ന് കണ്ടുവല്ലോ. An ecosystem includes the mutually dependent biotic and abiotic factors of a particular place. ഒന്നുകൂടി വായിച്ചേ. An ecosystem includes the mutually dependent biotic and abiotic factors of a particular place. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ. ഒന്നുകൂടി വായിച്ച സെബ്രി. അതിന്റെ ആ ബോക്സിലുള്ള ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ. ഒന്നുകൂടി വായിച്ചേ. അല്ല, ഫുള്ള് ബോക്സ് ഫുള്ള്. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ. അല്ല, ബയോട്ടിക് ഒന്നുകൂടി വായിച്ച മുഹമ്മദ്. ആ ബോക്സ് മുകളിലുള്ള ബോക്സ് ബ്ലൂ ബോക്സ്. The biotic and abiotic. അതന്നെ. complete the table ready. Living things are blue box one. The living things are biotic factors and non-living things are abiotic factors. ഒന്നുകൂടി വായിക്കുക. അതാണ് അതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. Living things are biotic factors and non-living things are abiotic factors. അപ്പോൾ അതിൽ രണ്ട് വേർഡ് നമ്മൾ മെയിനായിട്ട് പഠിച്ചു. എന്താണ്? ബയോട്ടിക് ആൻഡ് അബയോട്ടിക്. അത് എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുക എങ്ങനെ സെബ്രി പറയും. ജീവനുള്ളവയെ ജീവിയ ഘടകങ്ങൾ എന്നും ജീവനില്ലാത്തവയെ അജീവീയ ഘടകങ്ങൾ എന്നും പറയുന്നു. മനസ്സിലായോ? അപ്പോൾ ഇനി അത് ഒന്നുകൂടെ രണ്ടുപേരും റീഡ് ചെയ്യുക. ഓക്കെ, പലതവണ റീഡ് ചെയ്യുക. അപ്പോൾ അർത്ഥമെല്ലാം മനസ്സിലായില്ലേ രണ്ടു പേർക്കും? അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മനസ്സിലായി, മലയാളത്തിലും മനസ്സിലായി, രണ്ടു പേർക്കും ഓരോ ഇംഗ്ലീഷ് വാക്കുകൾ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നല്ലോണം വായിച്ചിട്ട് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ എന്താണ് ഇതിൽ വന്ന എല്ലാ വേർഡിൻ്റെയും
ഇംഗ്ലീഷും മലയാളവും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ബൈ.